ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തന്ന തിരുവചന യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം 4-ാമത്തെ വചനവും നമുക്ക് വായിക്കാം. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരും ആയി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ അത് ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നോക്കിക്കേ, വാർദ്ധക്യത്തിൽ വിടുവിക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. വാർദ്ധക്യത്തിൽ തുണയില്ലാതെ, ആരും സഹായമില്ലാതെ ജീവിക്കുന്ന മക്കളോട്, അല്ലെങ്കിൽ വാർദ്ധക്യത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന മക്കളോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വാക്ക് കേൾപ്പീൻ. എപ്പോഴായിരിക്കാം കേൾക്കേണ്ടത്? വാർദ്ധക്യത്തിന് മുമ്പ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ആ ദൈവം വാർദ്ധക്യത്തിൽ നമ്മളെ ചുമക്കണമെങ്കിൽ നാം യൗവനത്തിൽ സൃഷ്ടിതാവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. സൃഷ്ടിതാവിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്നവരായിരിക്കണം. വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടി വെച്ചും നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആയതുകൊണ്ട് വാർദ്ധക്യത്തിൽ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും മക്കളാൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴും നാം കരഞ്ഞ് നിലവിളിക്കേണ്ട കാര്യം വരികയില്ല. കാരണം കർത്താവ് പറയുകയാണ്, ഞാൻ ചുമക്കും, ഞാൻ വഹിക്കും, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം എത്ര നല്ലവനാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന മക്കൾക്ക് ഒരിക്കലും ദൈവം മക്കളെ ഒരു നാളും ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നും പറഞ്ഞ വചനം അന്ന് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനിടയായിത്തീരും. നമ്മുടെ വാർദ്ധക്യം ദൈവത്തോടു കൂടെയായിരിക്കാൻ, സന്തോഷത്തിൽ മതിമറന്ന് ജീവിപ്പാൻ ദൈവം തമ്പുരാനോട് നമുക്ക് ചേർന്ന് ജീവിക്കാം. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധ വെച്ച്, ബൈബിളിലെ വചനങ്ങളൊക്കെയും ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് ലഭിച്ച ഇന്ന് നാം ഏതവസ്ഥയിലായിരിക്കുന്നു, അന്നു മുതൽ നാം വാർദ്ധക്യത്തിലാണോ, ഇന്നു മുതൽ നാം യൗവനക്കാരാണോ, ഇന്നു മുതൽ നാം കുഞ്ഞുങ്ങളാണോ, ഇന്നു മുതൽ നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ജീവിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ചുമക്കും. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.